ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യം തന്നെ അതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് സോഡപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1.5 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അത് കുഴച്ചെടുക്കുക. ഇനി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തി പരത്തുന്ന പോലെ അത്ര തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയിലായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോന്നും ചൂടുള്ള ഓയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തു. ഇതെല്ലാതും ഷുഗർ സിറപ്പിലിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. പാൽ കേക്ക് റെഡിയായി. ഇതുപോലെ പാൽ കേക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.